ഓക്കെ, അടുത്ത നമുക്ക് തുടങ്ങാനുള്ളത് ബുക്സ് ഓഫ് കൺസൈനിയാണ്. കൺസൈനി എന്ന് പറയുമ്പം ആരാണ്? ഏജൻ്റാണ്. ഹൂ സെൽസ് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി കൺസൈനർ. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. അയാൾക്ക് എന്ത് കിട്ടും? കമ്മീഷൻ കിട്ടും തന്നല്ലോ. അതിൽ കമ്മീഷൻ, വേറൊരു കമ്മീഷൻ ശ്രദ്ധിക്കാനുള്ളത് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ ശ്രദ്ധിക്കണം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് സെപ്പറേറ്റായിട്ട് പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഈ കിട്ടുന്ന കമ്മീഷൻ ആർക്ക്? കൺസൈനിക്ക് കിട്ടുന്ന മൊത്തം കമ്മീഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുകയാണ്? ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൺസൈനിയുടെ ബുക്കിൽ പ്രധാനമായിട്ടും 2 അക്കൗണ്ടുകളാണ് എന്ത് ചെയ്യുന്നത്? തയ്യാർ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഏതാണ്? ഒന്ന് കൺസൈനറുടെ അക്കൗണ്ട് തന്നെയല്ലോ, അതാണ് മെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഒന്നുകിൽ എന്താണ്? ബാങ്കോ അല്ലെങ്കിൽ ബിൽസ് പേയബിളോ ആ അക്കൗണ്ടാണ് അടുത്ത അക്കൗണ്ട്. കൺസൈനിയുടെ ബുക്കിലെ കാര്യങ്ങളാണ് പറയുന്നത്. കൺസൈനിയുടെ ബുക്കിൽ മെയിനായിട്ട് 2 അക്കൗണ്ടുകളാണ് വരയ്ക്കുന്നത്. ഏതൊക്കെയാണ്? കൺസൈനറുടെ അക്കൗണ്ടും പിന്നെ ഏതാണ്? ബാങ്ക് അല്ലെങ്കിൽ ബിൽസ് പേയബിൾ അക്കൗണ്ടും ആണ് വരയ്ക്കുന്നത് പ്രധാനമായിട്ട്. ഓക്കെ, ബിൽസ് പേയബിൾ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ on the receipt of the goods, consignee need not make any entry in his books as ownership of the goods is not transferred. അല്ലേ? അപ്പോൾ സാധനം അയച്ചു കൊടുത്തു പറഞ്ഞ് കൺസൈനി പ്രത്യേകിച്ച് ഒരു അക്കൗണ്ടൊന്നും തയ്യാറാക്കേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലല്ല? കൺസൈനിയുടെ കയ്യിലല്ല. സോ ദ കൺസൈനി ഈസ് ലയബിൾ ടു അക്കൗണ്ട് ഫോർ ദ ഗുഡ്സ് ഹി റിസീവ്ഡ് ഫ്രം ദ കൺസൈനർ. സോ ഹി കീപ്സ് എ റെക്കോർഡ് ഓൺ ദ റെസീപ്റ്റ് ഓഫ് ദി ഗുഡ്സ് ഹി റിസീവ്ഡ് ഫ്രം ദ കൺസൈനർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? കൺസൈനി എന്ന് പറയുന്നത് കൺസൈനറുടെ കയ്യിൽ നിന്ന് കിട്ടിയ എന്താണ് ആ സാധനം തന്നല്ലോ. അതൊരു ഇൻവോൾഡ് കൺസൈൻമെൻറ്റ് ബുക്കിൽ റെസീറ്റ് ആയിട്ട് മാത്രം കാണിച്ചാൽ മതി. കാരണം സെയിൽ അവിടെ നടന്നിട്ടില്ല. സെയിൽ നടക്കുന്നത് വരെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലാണ്? കൺസൈനറുടെ കയ്യിലാണ്, കൺസൈനിയുടെ കയ്യിലല്ല. സോ ദാറ്റ് ഈസ് എ മെമ്മോറാണ്ടം ബുക്കാണ്, നോട്ട് എ ഫൈനൽ ബുക്ക് തന്നല്ലോ. അപ്പോൾ ഒരു ടെമ്പററി ആണ്. മെമ്മോറാണ്ടം എന്ന് പറയുമ്പോൾ ടെമ്പററി ആയിട്ടുള്ളൊരു ബുക്സ് ഓഫ് അക്കൗണ്ടാണ് അയാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കാനുള്ളത് കൺസൈനിയുടെ ബുക്കിൽ ഉള്ള 2 മെയിൻ അക്കൗണ്ടുകൾ ഏതെല്ലാമാണ്? ഒന്ന് കൺസൈനറുടെ അക്കൗണ്ടും, 2 പറയുന്നത് എന്താണ്? ബിൽസ് പേയബിൾ അല്ലെങ്കിൽ എന്താണ്? ബാങ്ക് അക്കൗണ്ട്. അങ്ങനെ 3 മെയിൻ എന്താണ് അക്കൗണ്ടുകൾ നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടല്ലോ. കൺസൈനറുടെ ബുക്കിലാണെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ കൺസൈനിയുടെ അക്കൗണ്ടും അത് മസ്റ്റാണ്, കമ്പൽസറിയാണ്. പിന്നെ അല്ലാതെ ആണെങ്കിൽ അഡീഷണൽ എന്താണ്? ബിൽസ് റിസീവബിളോ ബാങ്കോ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റോ ട്രേഡിംഗ് അക്കൗണ്ടോ പർച്ചേസസ് അക്കൗണ്ടോ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാനുള്ള ഈ 2 അക്കൗണ്ട് മസ്റ്റായിരിക്കും. കൺസൈനറുടെ ബുക്കിൽ 2 അക്കൗണ്ട് കമ്പൽസറിയാണ്. ഏതൊക്കെയാണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ടും പിന്നെ കൺസൈനിയുടെ അക്കൗണ്ടും. അടുത്തത് കൺസൈനിയുടെ ബുക്കിൽ ഏതൊക്കെയാണ് കമ്പൽസറി എന്ന് പറയുന്നത്? കൺസൈനറുടെ അക്കൗണ്ടും പിന്നെ ഏതാണ്? ബിൽസ് പേയബിളും അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ജേണൽ എൻട്രികൾ നോക്കാം. ബൈ ഹാർട്ടായിരിക്കണം, കൺഫ്യൂസ് ആയി പോരുത്. പലർക്കും ഇതാണ് ബുക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആവും. കൺസൈനറുടെ ബുക്കിൽ ഏതൊക്കെ അക്കൗണ്ടുകൾ, കൺസൈനിയുടെ ബുക്കിൽ ഏതൊക്കെ അക്കൗണ്ട്, ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കണം. ഓക്കെ, 1 എക്സ്പെൻസസ് മെറ്റ് ബൈ കൺസൈനി. അല്ലേ? കൺസൈനി എന്ത് മീറ്റ് ചെയ്യുന്നു? എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുകയാണ്. അല്ലേ? കുറേ എക്സ്പെൻസ് നമ്മൾ പറഞ്ഞല്ലോ, ഡയറക്റ്റും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും. എന്തൊന്നും എക്സ്പെൻസിൻ്റെ പേരല്ല എഴുതുന്നത്. എന്താണ് എഴുതുന്നത്? ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്നും പറഞ്ഞാൽ നമ്മൾ ബ്രാക്കറ്റിനകത്ത് അങ്ങ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ എല്ലാം കൂടെ എന്ത് ചെയ്ത് ആഡ് ചെയ്ത് 3 എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എഴുതിയാലും മതി. ജേണൽ എൻട്രി ഫോർ എക്സ്പെൻസസ് മെറ്റ് ബൈ കൺസൈനി. ജേണൽ എൻട്രി കൺസൈനീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പോൾ എക്സ്പെൻസസിൻ്റെ പേരല്ല എഴുതുന്നത്. എന്താണ് എഴുതുന്നത്? ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് തന്നല്ലോ. ഒന്നുകിൽ എന്താ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റിനകത്ത് ഏത് എക്സ്പെൻസുകളെന്ന് വെച്ചാൽ അത് ബ്രാക്കറ്റിനകത്ത് എഴുതാം. ഇല്ലെങ്കിൽ എല്ലാ എക്സ്പെൻസും കൂടെ ആഡ് ചെയ്തിട്ട് എന്തെന്ന് പറഞ്ഞ് എഴുതിയാൽ മതി? ക്യാഷ് എങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്നും പറഞ്ഞ് എഴുതിയാൽ മതി. ജേണൽ എൻട്രി കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് തന്നല്ലോ. രണ്ടാമത്തെ എൻട്രി എന്താണ്? കൺസൈനിയുടെ ബുക്കിൽ അഡ്വാൻസ് ഈഫ് എനി റെമിറ്റഡ് ടു കൺസൈനർ. അല്ലേ? കൺസൈനറിന് എന്ത് കൊടുക്കുകയാണ്? അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം. ജേണൽ എൻട്രി കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ ഓർ ബാങ്ക്. ബിൽസ് പേയബിൾ ഓർ ബാങ്ക് കിട്ടുമ്പോൾ അവിടെ എന്താണ്?
ബിൽസ് റിസീവബിൾ. ഇതാണ് കൊടുക്കുകയാണ് തന്നല്ലോ, അതുകൊണ്ടാണ് ബിൽസ് പേയബിൾ തന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് റെമിറ്റഡ് ടു കൺസൈനർ, അഡ്വാൻസ് വല്ലതും കൺസൈനർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻട്രി എന്ന് പറയുന്നത് കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ് ബിൽസ് പേയബിൾ അല്ലെങ്കിൽ ബാങ്ക്. അപ്പോൾ സെക്കൻഡ് എൻട്രി കഴിഞ്ഞു. അടുത്ത എൻട്രി ഏതാണ്? സെയിൽ നടക്കുകയാണ് തന്നല്ലോ. ആര് നടത്തുകയാണ് സെയിൽ? കൺസൈനി സെയിൽ നടത്തുകയാണെങ്കിൽ ക്യാഷ് സെയിൽ ആണെങ്കിൽ എന്താണ് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അല്ലേ, ഡെറ്റർ ടു എന്താണ് കൺസൈനർ. ഈ പൈസ ആരെ കൊടുക്കാനുള്ളതാണ്? കൺസൈനറിന് കൊടുക്കാനുള്ളതാണ് അല്ലേ. ക്രെഡിറ്റ് സെയിലാണെങ്കിലോ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ് കൺസൈനർ. അപ്പോൾ ക്യാഷ് സെയിൽ നടക്കുകയാണെങ്കിൽ ബാങ്ക് ഓർ ക്യാഷ് ഡെറ്റർ ടു എന്താണ് കൺസൈനർ. ക്രെഡിറ്റ് സെയിലാണ് നടക്കുന്നതെങ്കിൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനർ. അപ്പം മൂന്നാമത്തെ എൻട്രി ആയി. സെയിൽ നടന്നു. സെയിൽ നടന്നാൽ എൻട്രി ബാങ്ക് ഡെറ്റർ എന്താണ് ക്യാഷ് സെയിലാണ്, അല്ലെങ്കിൽ ക്യാഷ് ഡെറ്റർ എന്താണ് ക്യാഷ് സെയിലാണെങ്കിൽ. ക്രെഡിറ്റ് സെയിലാണെങ്കിലോ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ തന്നെയല്ലോ ടു കൺസൈനർ. അടുത്ത് ഇനി എന്ത് കിട്ടണം? സെയിൽ നടന്നു. സെയിൽ നടന്നാൽ എന്ത് കിട്ടണം? കമ്മീഷൻ കിട്ടണ്ടേ. അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ എങ്ങനെ അക്കൗണ്ട് ചെയ്യും? കമ്മീഷൻ എന്ന് പറയുന്നത് കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ് കമ്മീഷൻ ഇൻകമാണ് അല്ലേ. കൺസൈനിയെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ ഇൻകമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇൻകം ക്രെഡിറ്റാണ്. അപ്പം ജേണൽ എൻട്രി കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ തന്നല്ലോ. ഇനി ലാസ്റ്റ് ഈ പൈസ, ബാക്കിയുള്ള പൈസ അല്ലേ, കമ്മീഷനും ബാക്കി എമൗണ്ടുകളിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ട പൈസ ആർക്ക് കൊടുക്കണം? കൺസൈനറിന് കൊടുക്കണം. എങ്കിൽ ഫോർ റെമിറ്റൻസ് ടു കൺസൈനർ ഓൺ ഫൈനൽ സെറ്റിൽമെൻറ്റ് ജേണൽ എൻട്രി കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ ഓർ ബാങ്ക്. അങ്ങനെ എത്ര എൻട്രികളാണുള്ളത്? 5 എൻട്രികളാണുള്ളത്. ആരുടെ ബുക്കിൽ? കൺസൈനിയുടെ ബുക്കിലുള്ള 5 എൻട്രികളാണ്. ഒരിക്കൽ കൂടെ പറയാം. ഫോർ എക്സ്പെൻസസ് മെറ്റ് ബൈ കൺസൈനി ജേണൽ എൻട്രി കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അടുത്തത് അഡ്വാൻസ് ഇഫ് എനി റെമിറ്റഡ് ടു കൺസൈനർ ജേണൽ എൻട്രി കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ അല്ലെങ്കിൽ എന്താണ് ബാങ്ക്. അടുത്ത എൻട്രി ഏതാണ്? ഫോർ സെയിൽസ് എഫക്റ്റഡ് ബൈ കൺസൈനി ജേണൽ എൻട്രി ബാങ്ക് ഓർ ഡെറ്റേഴ്സ്. ഇപ്പോൾ ബാങ്ക് എടുക്കുന്നപ്പോഴാണ് ക്യാഷ് സെയിലാണ് നടക്കുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ക്രെഡിറ്റ് സെയിലാണ് നടക്കുന്നതെങ്കിൽ എന്താണ് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനർ. പിന്നെ ഫോർ കമ്മീഷൻ ഓൺ സെയിൽസ് അല്ലേ, കമ്മീഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ് കമ്മീഷൻ. പിന്നെ ഏതാണ്? റെമിറ്റൻസ് ടു കൺസൈനർ ഓൺ ഫൈനൽ സെറ്റിൽമെൻറ്റ് എന്താണ് ജേണൽ എൻട്രി കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ ഓർ ബാങ്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത കണക്ക് ശരിയാണോ തെറ്റാണോ എന്നിങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ 2 ബുക്കുകൾ നമുക്ക് വരച്ചേ പറ്റും. ഏതൊക്കെയാണ്? കൺസൈൻമെൻറ്റിൽ 2 ബുക്കുകൾ ഏതൊക്കെയാണ് വരയ്ക്കുന്നത്? ഒന്നെന്ന് പറയുന്നത് കൺസൈനറുടെ ബുക്കിൽ 2 അക്കൗണ്ടുകൾ മെയിനായിട്ട് ബാക്കിയുള്ള അക്കൗണ്ടുകൾ ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് വരയ്ക്കാം. ഏതൊക്കെയാണ് വരയ്ക്കുന്നത്? കൺസൈൻമെൻറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ കൺസൈനിയുടെ അക്കൗണ്ടും. അതുപോലെ തന്നെ കൺസൈനിയുടെ ബുക്കിൽ ഏതൊക്കെയാണ് മെയിനായിട്ടുള്ളത്? കൺസൈനറുടെ അക്കൗണ്ടാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഏത് ബാങ്ക് അല്ലെങ്കിൽ ബിൽസ് പേയബിൾ അങ്ങനെയുള്ള ഏത് അക്കൗണ്ട് വേണമെങ്കിലും വരയ്ക്കാം. അപ്പം ചെയ്ത് നമ്മൾ എന്താണ് പ്രോബ്ലം എന്താണ് ശരിയാണോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ പരിശോധിക്കാൻ പറ്റും? കൺസൈനറുടെ ബുക്കിൽ കൺസൈനിയുടെ അക്കൗണ്ടിലെ ബാലൻസും കൺസൈനിയുടെ ബുക്കിൽ കൺസൈനറുടെ അക്കൗണ്ടിൻ്റെ ബാലൻസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത കണക്ക് എന്ത് പറ്റി? തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കാം. എങ്ങനെ മനസ്സിലാക്കാം? കൺസൈനറുടെ ബുക്കിൽ കൺസൈനിയുടെ അക്കൗണ്ടിൻ്റെ ബാലൻസും കൺസൈനിയുടെ ബുക്കിൽ കൺസൈനറുടെ അക്കൗണ്ടിൻ്റെ ബാലൻസും എന്താണ് സെയിം ആണോ അല്ലയെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ചെയ്ത കണക്ക് ശരിയായോ തെറ്റായോ. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പിന്നെ നോട്ട് ബുക്ക് എടുക്കുക, കാൽക്കുലേറ്റർ, സ്കെയില്, പെൻസില് തന്നെയല്ലോ, ഇറേസർ എല്ലാം റെഡിയാക്കി വയ്ക്കുക. നമ്മൾ പ്രോബ്ലത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കൺസൈനറുടെ ബുക്ക് എല്ലാ എൻട്രികളും ബൈ ഹാർട്ട് ചെയ്ത് എല്ലാ കുട്ടികളും അയച്ചില്ല, 2 കുട്ടികൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അയച്ചു തന്നു. ഓക്കെ, നല്ലൊരു കാര്യമാണ്. അതുപോലെ ഏതും ബൈ ഹാർട്ട് ചെയ്ത് അയച്ചു തരണം. കൺസൈനിയുടെ ബുക്കിലെ ഈ 5 ജേണൽ എൻട്രികൾ അതും ബൈ ഹാർട്ട് ചെയ്ത് എന്ത് ചെയ്യണം? എല്ലാ കുട്ടികളും നമ്മുടെ ക്ലാസ്സിൽ ഗ്രൂപ്പിൽ അയച്ചു തരണം. ഓക്കെ.
ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നോട്ട് ബുക്ക് എടുക്കുക, കാൽക്കുലേറ്റർ, സ്കെയില്, പെൻസിൽ, ഇറേസർ എല്ലാം. ഓക്കെ, ഇല്ലസ്ട്രേഷൻ നമ്പർ 1. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് കൺസൈനർ, ആരാണ് കൺസൈനർ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം ഹൂ ഈസ് കൺസൈനർ, ഹൂ ഈസ് കൺസൈനിങ്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എത്രത്തോളം സാധനം കിട്ടി, എത്രത്തോളം ചിലവുകളുണ്ടായി, എത്രത്തോളം ഗുഡ്സ് ബാക്കിയുണ്ട് തുടങ്ങിയൊക്കെ നമുക്ക് നേരത്തെ ഒരു സ്പെസിമെൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതനുസരിച്ച് ആ സ്പെസിമെൻ എന്തായാലും നമ്മൾ പറഞ്ഞത് അക്കൗണ്ട് സെയിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അത് റഫായിട്ട് വേണമെങ്കിൽ തയ്യാറാക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, റഫായിട്ട് തയ്യാറാക്കി വെച്ചാൽ ഈസിയാണ്. നമുക്ക് എൻട്രി എഴുതാനൊക്കെ വളരെയധികം ഈസി ആയിരിക്കും. ഈ അക്കൗണ്ട് സെയിൽ നമ്മൾ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ. അപ്പം ഒന്നാമത്തെ കാര്യം പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ആരാണ് കൺസൈനർ, ആരാണ് കൺസൈനി തന്നെയല്ലോ. ഇപ്പോൾ 2 ബുക്കും എഴുതുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്, വായിച്ച് മനസ്സിലാക്കണം. ഇല്ലസ്ട്രേഷൻ നമ്പർ 1. Messrs. J Products of Trivandrum consigned on 1st June 2014. അപ്പോൾ 200 J kettles at ₹80 each to Nath Traders of Cochin for sale on commission at 10% on gross sale. അപ്പോൾ ഗ്രോസ് സെയിൽസിൻ്റെ 10% കമ്മീഷന് നാഥ് ട്രേഡേഴ്സ് 2 എന്ന് പറയുമ്പം ആ 2 എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാപനമായിരിക്കും കൺസൈനി. 2 അല്ലേ, ആ ഒരു വാക്ക് കിട്ടിയാലും മതി, വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും. അത് 2 നാഥ് ട്രേഡേഴ്സ്, 2 നാഥ് ട്രേഡേഴ്സ്, നാഥ് ട്രേഡേഴ്സിന് അല്ലേ. നാഥ് ട്രേഡേഴ്സിന് എന്ന് പറയുമ്പോൾ ആരാണ് കൺസൈനി? നാഥ് ട്രേഡേഴ്സ് കൺസൈനി. കൺസൈനർ ആരാണ്? ജയ് പ്രൊഡക്ട്സ് ഓഫ് ട്രിവാൻഡ്രം. അപ്പോൾ 2 നമുക്ക് തിരിച്ചു കിട്ടി. ഏതൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ആരാണ് കൺസൈനർ, ആരാണ് കൺസൈനർ, ആരാണ് മെസ്സേഴ്സ് ജയ് പ്രൊഡക്റ്റ് അല്ലേ. വിൽക്കാനായിട്ട് സാധനം നൽകുന്ന സ്ഥാപനമാണ് എന്ന് പറയുന്നത് മെസ്സേഴ്സ് ജയ് പ്രൊഡക്ട്സ്. അതുപോലെ തന്നെ ആരാണ് വിൽക്കുന്നത്, ഏജൻ്റ് ആരാണ്? നാഥ് ട്രേഡേഴ്സ് ഓഫ് കൊച്ചിൻ. അതാരാണ്? കൺസൈനി. ഇപ്പോൾ കൺസൈനറായി, കൺസൈനിയായി. ആരാണ് കൺസൈനർ? ജയ് പ്രൊഡക്ട്സ് ഓഫ് ട്രിവാൻഡ്രം കൺസൈനർ, നാഥ് ട്രേഡേഴ്സ് കൊച്ചിൻ എന്താണ്? കൺസൈനി. നാഥ് ട്രേഡേഴ്സിന് എന്ത് കിട്ടും? ഗ്രോസ് സെയിൽസിൻ്റെ എത്ര ശതമാനം? മൊത്തം കച്ചവടത്തിൻ്റെ അല്ലെ, എക്സ്പെൻസ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യരുത് തന്നെയല്ലോ. ഗ്രോസ് സെയിൽസിന്, നെറ്റ് സെയിലല്ല പറഞ്ഞേക്കും, ഗ്രോസ് സെയിൽസിൻ്റെ എത്ര ശതമാനം? 10% കമ്മീഷൻ കൊടുക്കും. എന്താണ് സാധനം കൊടുത്തിരിക്കുന്നത്? കെറ്റിൽസ് ആണ് അല്ലേ. എത്ര നമ്പർ? 200 നമ്പർ കെറ്റിൽ കൊടുത്തിട്ടുണ്ട്. എത്ര രൂപയാണ് അതിൻ്റെ വില? കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 80 ആണ് തന്നെയല്ലോ. ജയ് പ്രൊഡക്ട്സ് പെയ്ഡ് ₹1000 ഫോർ പാക്കിംഗ്, ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ്. ആർക്കുണ്ടായ എക്സ്പെൻസ് ആണ്? കൺസൈനറിന് ഉണ്ടായ എക്സ്പെൻസ് ആണ്. അപ്പോൾ ജേണൽ എൻട്രി നമ്മളെ മനസ്സിൽ വരണം അല്ലേ. കൺസൈൻമെൻറ്റ് ആര് നടത്തുകയാണ്? നമ്മുടെ ജയ് പ്രൊഡക്ട്സിന് അല്ലേ, അവർക്കുണ്ടായ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 റുപ്പീസാണ്. എന്തിനായിട്ട് വരുന്നത്? പാക്കിങ്ങിനും അതുപോലെ തന്നെ ഫ്രൈറ്റിനും അതുപോലെ തന്നെ ഇൻഷുറൻസിനുമായിട്ട് എന്താണ്? എത്ര രൂപ ചിലവായി? 1000 രൂപ ചിലവായെങ്കിൽ അതെന്ത് പറഞ്ഞ് നമ്മൾ എഴുതും? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു എന്താണ്? ക്യാഷ് അല്ലെങ്കിൽ ബാങ്കാണ്. യൂഷ്വലി എന്താണ് യൂസ് ചെയ്യുന്നത്? ബാങ്കാണ്. ആരുടെ ബുക്കിലാണ്? കൺസൈനറുടെ ബുക്കിലെ എൻട്രിയാണത്. ഓക്കെ, അടുത്തത് നാഥ് ട്രേഡേഴ്സ് ടുക്ക് ഡെലിവറി ഓഫ് ദ ഗുഡ്സ് ഓൺ 3rd June 2014 ആഫ്റ്റർ അക്സെപ്റ്റിംഗ് എ 20 days ബിൽസ് ഫോർ ₹10,000 ആൻഡ് പെയ്ഡ് ₹300 ഫോർ ക്യാരിയേജ്. അപ്പോൾ കൺസൈനിക്കുണ്ടായ എക്സ്പെൻസുകളാണ് പറയുന്നത്. കൺസൈനി എന്താണ്? ബില്ലാണ് അക്സെപ്റ്റ്. അപ്പോൾ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ആണ്. കൺസൈനറിനെ സംബന്ധിച്ചിടത്തോളം ആ ബില്ല് എന്തെന്ന് വിളിക്കും? ബിൽസ് റിസീവബിളും. കൺസൈനിയെ സംബന്ധിച്ചിടത്തോളം ആ ബില്ലിനെ എന്ത് വിളിക്കും? ബിൽസ് പേയബിൾ എന്നാണ് വിളിക്കുന്നത് തന്നെയല്ലോ. കൺസൈനിയെ സംബന്ധിച്ചിടത്തോളം ബിൽസ് പേയബിൾ, കൺസൈനറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ബിൽസ് റിസീവബിൾ. അപ്പോൾ കൺസൈനിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബില്ല് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏത് ദിവസത്തിലാണ്? 3rd ജൂണിലാണ് ഇത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര രൂപയുടെ ബില്ലാണ്? 20 days ബില്ലാണ്. എത്രയാണ് അതിൻ്റെ എമൗണ്ട്? 10,000 രൂപയാണ്
പിന്നെ എത്ര രൂപ വന്നിരിക്കുന്നു? 300 രൂപ ക്യാരിയേജ് ആയിട്ട് എക്സ്പെൻസ് വന്നിരിക്കുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ കൺസൈനിൻ്റെ ബുക്കിൽ വരുന്ന എൻട്രി എന്തായിരിക്കും? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി അല്ലേ. ഇവിടെ കൺസൈനി ആരാണ്? നാദ് ട്രേഡേഴ്സ്. അപ്പോൾ എത്ര രൂപയുടെ ബില്ല്? 10,000 രൂപയുടെ ബില്ല് തന്നല്ലോ. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി എത്രയാണ്? 10,000 രൂപ. അതിലുപരി പിന്നെ എത്രയാണ്? 300 രൂപ ആർക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്? നമ്മുടെ കൺസൈനിക്ക് 300 രൂപയുടെ എക്സ്പെൻസ് വന്നിട്ടുണ്ട് തന്നല്ലോ. അപ്പം മൊത്തം ക്യാരിയേജ് എത്രയാണ്? ബാക്കി എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അവിടെ ഓരോ എൻട്രി ആയിട്ട് വേണമെങ്കിൽ എഴുതാം. സിംഗിൾ എൻട്രി ഓരോ എൻട്രി ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ എന്ത് വരും? എന്താണ് കൺസൈൻമെൻറ്റ്, അതായത് കൺസൈനി അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി അല്ലേ. എത്ര രൂപ? 300 രൂപ. ആരുടെ ബുക്കിൽ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി 300 രൂപ അല്ലേ. എവിടെ എഴുതാം? കൺസൈനറുടെ ബുക്കിൽ എഴുതാം. അപ്പോൾ അതാ ലാസ്റ്റിലെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് എഴുതിയാലും മതി. ഏത് എൻട്രി? ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി എന്ന് പറയുന്ന എക്സ്പെൻസിൻ്റെ ടോട്ടൽ എടുത്ത് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടും എഴുതാം. ഓക്കെ. അടുത്തത് എത്ര കെറ്റിലാണ് വിറ്റിരിക്കുന്നത്? 120 കെറ്റിൽ വിറ്റു അല്ലേ. എത്ര രൂപയ്ക്കാണ് വിറ്റത്? 110 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. ആൻഡ് ദ ബാലൻസ് ഫോർ 120 ഈച്ച്. അപ്പോൾ കച്ചവടം നോക്കണം. എങ്ങനെയാണ് വിറ്റിരിക്കുന്നത്? 120 കെറ്റിൽ 110 രൂപയ്ക്ക്. അപ്പം 120 ഇൻറ്റു, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഗ്രോസ് സെയിൽസ് കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മീഷൻ കൊടുക്കണ്ടേ. കമ്മീഷൻ എന്തിൻ്റെ ബേസിലാണ്? ഗ്രോസ് സെയിൽസിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്മീഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഗ്രോസ് സെയിൽസ് അറിയണം. ഗ്രോസ് സെയിൽസ് എങ്ങനെയാണ് പോയിരിക്കുന്നത്? 120 ഇൻറ്റു 110 തന്നല്ലോ. ഇനി ബാലൻസ്. അപ്പോൾ എത്രയാണ് അയച്ചത്? 200 അയച്ചത്. 200 120 കെറ്റിൽ വിറ്റു. ഇനി ബാലൻസ് എത്രയുണ്ട്? 80 കെറ്റിലുണ്ട് അല്ലേ. ആ 80 എത്ര രൂപയ്ക്ക് വിറ്റു? 120 വിറ്റു. അപ്പോൾ ഗ്രോസ് സെയിൽസ് കണ്ടുപിടിക്കാം. ഗ്രോസ് സെയിൽസ് എങ്ങനെയാണ്? 120 ഇൻറ്റു 110 പ്ലസ് 80 ഇൻറ്റു 120. ഗ്രോസ് സെയിൽസ് കിട്ടിയല്ലോ. കിട്ടി. ഇനി അവരുടെ സെയിൽസ് എക്സ്പെൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെ? കൺസൈനിയുടെ സെയിൽസ് എക്സ്പെൻസ് എത്ര വന്നിരിക്കുന്നു? അപ്പോൾ കൺസൈനിയുടെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ക്യാരിയേജിന് 300 രൂപ, സെയിൽ എക്സ്പെൻസ് എത്ര വന്നിട്ടുണ്ട്? 400 രൂപ. അങ്ങനെ ടോട്ടൽ എത്ര രൂപ വരും? 700 രൂപ വരും. ഇൻഡിവിജ്വലായിട്ട് എഴുതണമെങ്കിലും എന്ത് തന്നെയാണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി 300, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി എത്ര? 400. ഓരോ എൻട്രി ആയിട്ട്. ഒരുമിച്ച് എഴുതണമെങ്കിലോ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി എത്രയാണ്? 300 പ്ലസ് 400 എത്ര രൂപ? 700 രൂപ. ഒറ്റ എൻട്രി ആയിട്ട് എഴുതിയാലും മതി. അപ്പോൾ സെയിൽ കണ്ടുപിടിച്ചു. പിന്നെ കൺസൈനിക്കുണ്ടായ ചെലവുകൾ കണ്ടുപിടിച്ചു. ഓൺ 30th June 2014 നാദ് ട്രേഡേഴ്സ് ഫോർവേഡ് ഓൺ അക്കൗണ്ട് സെയിൽസ് ടുഗദർ വിത്ത് എ ഡ്രാഫ്റ്റ് ഫോർ ദ ബാലൻസ് ഡ്യൂ തന്നല്ലോ. അപ്പോൾ ജൂൺ 30, 2014 കൺസൈനി എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു അക്കൗണ്ട് സെയിൽ തയ്യാറാക്കി ആർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്? കൺസൈനറിന് അയച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നാദ് ട്രേഡേഴ്സ് ജയ് പ്രൊഡക്ഷൻ അയച്ച എന്താണ്? അക്കൗണ്ട് സെയിൽ അല്ലേ. നമ്മളുടെ പറഞ്ഞിരിക്കുന്നതാണ് പ്രിപ്പയർ അക്കൗണ്ട് സെയിൽസ് അല്ലേ. അപ്പോൾ അക്കൗണ്ട് സെയിൽ തയ്യാറാക്കണം. പിന്നെ ജേണൽ എൻട്രികൾ വരയ്ക്കണം. ആരെയൊക്കെ ബുക്കിൽ? കൺസൈനറുടെ ബുക്കിലെയും കൺസൈനിയുടെ ബുക്കിലെയും. അതുപോലെ തന്നെ അക്കൗണ്ടുകൾ വരയ്ക്കണം. ആരുടെ ബുക്കിൽ? കൺസൈനറുടെ ബുക്കിലെയും കൺസൈനിയുടെ ബുക്കിലെയും. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ ആ ഹിൻഡ് വെച്ചിട്ട് നോക്കാം അല്ലേ. അക്കൗണ്ട് സെയിൽ എത്രയാണ്? ആദ്യം നമ്മൾ പറഞ്ഞു ഗ്രോസ് സെയിൽസ് കണ്ടുപിടിക്കണം. ഗ്രോസ് സെയിൽസ് എത്രയാണ് വരുന്നത്? മൊത്തം 200 ആണ് അല്ലേ. ആ 200-ൽ 120 കെറ്റിൽ എത്ര രൂപ വെച്ച് വിറ്റു? 110 രൂപ വെച്ച് വിറ്റു. അതാണ് ആ ക്വസ്റ്റ്യനിൽ ആൻസറായിട്ട് തന്നിരിക്കുന്നത്. 120 കെറ്റിൽസ് അറ്റ് ₹110 എത്ര കിട്ടി? 13,200. അടുത്ത എത്ര കെറ്റിലാണ്? 80 കെറ്റിൽസ് അറ്റ് 120 എത്രയാണ്? 9,600. അങ്ങനെ ടോട്ടൽ ഗ്രോസ് സെയിൽ എന്ന് പറയുന്നത് എത്രയാണ്? 22,800 ആണ് ഗ്രോസ് സെയിൽ എന്ന് പറയുന്നത്. ഇനി കമ്മീഷൻ നോക്കാം. 22,800 ആണ് ഗ്രോസ് സെയിൽ അല്ലേ. ആ ഗ്രോസ് സെയിലിൻ്റെ 10% എന്ത് കൊടുക്കാനുള്ളത്? കമ്മീഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ കൺസൈനിക്കുണ്ടായ ബാക്കിയുള്ള ചിലവുകൾ എന്തൊക്കെ കിട്ടണം? ഒന്ന് കമ്മീഷനുണ്ട്, പിന്നെ ഏതാണ്? സെയിൽ എക്സ്പെൻസ്, പിന്നെ ക്യാരിയേജ് അല്ലേ. അപ്പോൾ ലെസ് എക്സ്പെൻസസുകൾ ഏതൊക്കെയാണ്? ക്യാരിയേജ് 300 രൂപ, സെയിൽ എക്സ്പെൻസ് എത്ര രൂപ? 400, അങ്ങനെ 700 രൂപ. പിന്നെ ഏതാണ്? കമ്മീഷൻ ഗ്രോസ് സെയിൽസിൻ്റെയാണ്. ഗ്രോസ് സെയിൽസ് എത്രയാണ്? 22,800 അല്ലേ. അതിൻ്റെ
10%. അപ്പോൾ 2280. അതിൻ്റെ ടോട്ടൽ എത്രയാണ്? 2980. അപ്പോൾ 22 എന്ന് പറയുന്നത് എന്താണ്? ഗ്രോസ് സെയിലാണ്. ആ ഗ്രോസ് സെയിലിൽ നിന്ന് എക്സ്പെൻസുകൾ കുറച്ചു. 2980 കുറച്ചാൽ ബാക്കി എത്രയാണ്? 19820. അതിലെത്ര ബിൽ ഓഫ് എക്സ്ചേഞ്ചിലൂടെ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്? 10,000 ബിൽ ഓഫ് എക്സ്ചേഞ്ചിലൂടെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ 10,000 ഏതിൽ നിന്ന് ലെസ് ചെയ്യുക? നെറ്റ് എമൗണ്ടിൽ നിന്ന് കുറയ്ക്കുക. കുറച്ചാൽ എത്ര കിട്ടി? 9,820 അല്ലേ? അതാണ് എന്ന് പറയുന്നത് ബാലൻസ് സെൻഡ് ബൈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഡ്രാഫ്റ്റായിട്ട് അയച്ച പൈസ നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടൽ ഗ്രോസ് സെയിൽ എത്രയാണ്? 22,800. അതിൽ എക്സ്പെൻസസ് എല്ലാം കൂടെ എത്ര വന്നു? കൺസൈനറിന് 2,980 വന്നു അല്ലേ? അതിൽ നിന്ന് പിന്നെ എന്താണ്? അഡ്വാൻസ് കിട്ടിയ 10,000 കുറച്ചു. ബാക്കി എത്രയുണ്ട്? 9,820. ഓക്കെ. അപ്പോൾ എന്തായത്? അക്കൗണ്ട് സെയിൽ. ഇത് റഫായിട്ട് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ വളരെ ഈസിയാണ് എൻട്രി എഴുതാനായിട്ട് കേട്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൺസൈനറുടെ ബുക്ക്, കൺസൈനർ ആരാണ്? മെസ്സേഴ്സ് ജെയ് പ്രൊഡക്ട്സാണ് അല്ലേ? അപ്പോൾ കൺസൈനറുടെ ബുക്കിലെ ജേണൽ എൻട്രികൾ 1 എന്താണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. എങ്ങനെ കണ്ടുപിടിക്കും? 200 കെറ്റിൽ എത്ര രൂപ വെച്ച്? 80 രൂപ വെച്ച്. അപ്പോൾ 200 × 80 തന്നല്ലോ 16,000 രൂപ. ഓക്കെ. അടുത്തത് കൺസൈൻമെൻറ്റ് ഡെറ്റർ ടു ബാങ്ക് അല്ലേ? ഇത് ഏത് രൂപയാണ്? 1000 രൂപ ഇങ്ങേർക്ക് പാക്കിങ്ങിന് വേണ്ടിയും ഫ്രൈറ്റിന് വേണ്ടിയിട്ടും ഇൻഷുറൻസിന് വേണ്ടിയിട്ടും വന്നില്ലേ? അപ്പോൾ അതിനുള്ള തുക എത്രയാണ്? 1000 രൂപ ചിലവഴിച്ചു. ഇപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അടുത്തത് അഡ്വാൻസ് കിട്ടിയില്ലേ? അഡ്വാൻസ് കിട്ടുമ്പോൾ എന്താണ്? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി തന്നല്ലോ. അടുത്തത് എക്സ്പെൻസ്, കൺസൈനി മീറ്റ് ചെയ്ത എക്സ്പെൻസ് ഇങ്ങനെ എഴുതും. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി. കൺസൈനി എൻട്രി മാത്രമാണ് പറയുന്നത്. പേര് അവിടെ തന്നെ പേര് തന്നെ ഉപയോഗിക്കണം കേട്ടല്ലോ. ഇപ്പോൾ ഇവിടെ കൺസൈനി ആരാണ്? നാദർ ട്രേഡേഴ്സും. അതുപോലെ തന്നെ കൺസൈൻമെൻറ്റ് ഏതാണ്? ഏത് സ്ഥലം എന്നുള്ള അല്ലെങ്കിൽ ആ പേര് നോക്കുക. കൺസൈൻമെൻറ്റ് ഇവിടെ തന്നെ കൊച്ചിൻ അക്കൗണ്ടാണ്. ഇപ്പോൾ കൺസൈൻമെൻറ്റ് ടു കൊച്ചിൻ എന്ന് തന്നെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിനെ വിളിക്കണം തന്നല്ലോ. അതുപോലെ തന്നെ കൺസൈനിയുടെ പേരെന്താണ്? നാദർ ട്രേഡേഴ്സാണ്. ഞാൻ കൺസൈനി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഏതാണ് യൂസ് ചെയ്യാനുള്ളത്? നാദർ ട്രേഡേഴ്സ് എന്നാണ് യൂസ് ചെയ്യാനുള്ളത്. അടുത്തത് എന്താണ്? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു നാദർ ട്രേഡേഴ്സ്. എന്താണ്? അഡ്വാൻസ് കിട്ടിയതാണ് തന്നല്ലോ. അതിനുശേഷം എന്താണ്? മൊത്തം എക്സ്പെൻസ്, കൺസൈനിക്ക് ഉണ്ടായ എക്സ്പെൻസ്. എത്ര എക്സ്പെൻസ് ഉണ്ടായി? 300 രൂപ ക്യാരേജും ഉണ്ടായി. അതുപോലെ 400 രൂപ എന്താണ്? സെയിൽസ് എക്സ്പെൻസും ഉണ്ടായി. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി. അടുത്തത് ബില്ല് അല്ലേ? ബില്ലാണ് തന്നിരിക്കുന്നത്. ബില്ല് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് നോക്കണം അല്ലേ? എന്നാണ് ഈ ബില്ല് നമുക്ക് തന്നിരിക്കുന്നത്? 30th ജൂൺ എത്രയാണ്? 2015 അല്ലേ? അപ്പോൾ എത്ര ഡേയ്സിൻ്റെ ബില്ലാണ് തന്നിരിക്കുന്നത്? 3rd ജൂൺ 2014 എത്ര ഡേയ്സിൻ്റെ ബില്ലാണ് തന്നിരിക്കുന്നത്? 20 ഡേയ്സിൻ്റെ ബില്ലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രേസ് ഡേയ്സ് 3 ഡേയ്സ് ഉണ്ട്. അപ്പോൾ ജൂൺ 3rd മുതൽ 20 ഡേയ്സ് എത്ര വരും? ജൂൺ 23 വരും. ജൂൺ 3rd മുതൽ എത്ര ഡേയ്സാണ്? 20 ഡേയ്സ് അല്ലേ? അപ്പോൾ ജൂൺ 3rd മുതൽ 20 ഡേയ്സ് എന്ന് പറയുമ്പം എത്ര കിട്ടും? ജൂൺ 23 കിട്ടും തന്നല്ലോ. അപ്പോൾ ജൂൺ 23 കഴിഞ്ഞിട്ട് 3 ഡേയ്സ് എന്ത് വേണം? ഗ്രേസ് ഡേയ്സ് ആയിട്ട് ആഡ് ചെയ്യണം. ബില്ലിൻ്റെ കാര്യം ആയതുകൊണ്ടാണ് തന്നല്ലോ. ബാങ്കിൽ അഡ്വാൻസ് കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എന്താണ്? ഇവിടെ ബില്ലാണ് തന്നിരിക്കുന്നത്. ബില്ലിൻ്റെ പീരീഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേസ് ഡേയ്സ് ആണ്. അപ്പോൾ 20 ദിവസം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. 3rd ജൂൺ ടു 20 ദിവസം നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര വരും? 23rd ജൂൺ വരും അല്ലേ? പിന്നെ അതിൻ്റെ കൂടെ 3 ദിവസം കൂടെ ആഡ് ചെയ്യണം. അതേതാണ്? ഗ്രേസ് ഡേയ്സ് ആണ്. അപ്പോൾ എത്ര കിട്ടി? 23rd + 3 എന്ന് പറയുമ്പോൾ 26th ജൂൺ അന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബില്ല് മെറ്റ് ചെയ്യണം തന്നല്ലോ. ബില്ല് എന്ത് ചെയ്യും? മെച്ചുവർ ആവും തന്നല്ലോ. അപ്പോൾ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ. അപ്പോൾ ആ ജേണലിൻ്റെ നേരത്തെ പഠിച്ചിട്ടില്ല. ഏതിൽ? കൺസേൺഡ് ബുക്കിൽ നമ്മൾ ആ എൻട്രി പഠിച്ചിട്ടില്ല. അപ്പോൾ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അത് നിശ്ചിത ആ ടൈമിൽ എന്ത് ചെയ്യണം? മെച്ചുവർ ആവണം. അത് എൻട്രി അഡീഷണൽ എൻട്രി ആണ്. ഓക്കെ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ. എത്ര രൂപയാണ്? 10,000 രൂപയാണ് ബിൽ എമൗണ്ട്. അടുത്തത് ഗ്രോസ് സെയിൽസ് അല്ലേ? ഗ്രോസ് സെയിൽസ് നമ്മൾ അക്കൗണ്ട് ചെയ്യണം. കൺസൈൻഡ് ബുക്കിൽ അക്കൗണ്ട് ചെയ്യണമെങ്കിൽ എൻട്രി എന്താണ്? കൺസൈനി അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് അല്ലേ?
കൺസൈനി അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ്. ഇവിടെ കൺസൈനി ആരാണ്? നാദർ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ്. കൊച്ചിൻ എത്രയാണ്? 22,800. എവിടെ നിന്ന് കിട്ടി 22,800? എത്രയൊക്കെ വിറ്റിരുന്നു? 120 കെറ്റിൽ 110 രൂപ വെച്ച് പ്ലസ് 80 കെറ്റിൽ എത്ര രൂപ വെച്ച്? 120 രൂപ വെച്ച്. അങ്ങനെയാണ് എത്ര കിട്ടിയത്? 22,800 കിട്ടിയത്. അടുത്തത് ഇനി എൻട്രി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അക്കൗണ്ട് ബാലൻസ് ചെയ്യണം അല്ലേ? ഏത് അക്കൗണ്ട്? കൺസൈനറുടെ ബുക്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. അടുത്ത ജോലി എന്താണ്? കൺസൈനറുടെ ബുക്കിൽ കൺസൈനിയുടെ അക്കൗണ്ടും അതുപോലെ തന്നെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടും ബാലൻസ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ കൺസൈനറുടെ ബുക്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? ഒന്നുകിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം അല്ലേ? അതിനെ എന്തിലോട്ട് മാറ്റണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്തു. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്തതിന് ശേഷം കിട്ടിയത് എത്രയാണ്? 2,820. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരച്ച് അതിൻ്റെ ബാലൻസ് എത്രയാണ്? 2,820 തന്നല്ലോ. ഇതിനെ ഏതിലോട്ട് മാറ്റണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇവിടെ അക്കൗണ്ട് അടുത്ത പേജിൽ നോക്കിയാൽ കിട്ടും. എത്രയാണ് ബാലൻസ്? 2,820 എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിലെ ബാലൻസ് ആണ് തന്നല്ലോ. എങ്കിൽ ജേണൽ എൻട്രി എന്താണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് ഈ എൻട്രി. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരച്ചിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കി അല്ലേ? ഇപ്പോൾ ലാഭമാണോ നഷ്ടമാണോ നോക്കി ആ കിട്ടിയ ബാലൻസിനെ നമ്മൾ എങ്ങോട്ട് മാറ്റി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റി. ജനറൽ എൻട്രി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പി ആൻഡ് എൽ അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ആ സ്ഥലത്ത് ഉപയോഗിക്കണം? ഏത് സ്ഥലത്തേക്കാണോ കൺസൈൻമെൻറ്റ് അയച്ചത് അത് തന്നെ ഉപയോഗിക്കണം കേട്ടല്ലോ. അതുപോലെ കൺസൈനി എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ യൂസ് ചെയ്യണം. അടുത്തത് ബാലൻസ് ഇനി എത്ര രൂപ തരാനുണ്ട് കൺസൈനി? അതൊന്നീ അക്കൗണ്ട് സെയിൽ നമ്മൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? കൺസൈനി അക്കൗണ്ട് നോക്കിയാൽ മതി. എവിടെ? കൺസൈനറുടെ ബുക്കിലെ കൺസൈനിയുടെ അക്കൗണ്ട് ബാലൻസ്. ആ ബാലൻസ് എന്ന് പറഞ്ഞിരുന്നു ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇത് ഇവിടെ നിന്ന് കിട്ടിയതാണ്. ഒന്നീ അക്കൗണ്ട് സെയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ അക്കൗണ്ട് സെയിൽ നമ്മൾ വരയ്ക്കുന്നില്ലെങ്കിൽ കൺസൈനറുടെ ബുക്കിലെ ആരുടെ അക്കൗണ്ട്? കൺസൈനിയുടെ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് എന്നും പറഞ്ഞിരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി തന്നല്ലോ. അടുത്തത് കച്ചവടം എല്ലാം നടന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ എമൗണ്ട് നമ്മൾ അയച്ച തുക എങ്ങോട്ട് മാറ്റാം? പർച്ചേസസ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? എത്രയാണ് അയച്ചത്? 200 കെറ്റിലല്ലേ അയച്ചത്? എത്ര രൂപയ്ക്കാണ് അയച്ചത്? കോസ്റ്റ് പ്രൈസ് 80 ആണ്. അപ്പോൾ 200 × 80 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 16,000 അല്ലേ? ഇത് ഏതിലേക്ക് മാറ്റുക? ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ പർച്ചേസസ് അക്കൗണ്ടിലേക്ക് മാറ്റുക. ജേണൽ എൻട്രി ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് ഓർ പർച്ചേസസ് അക്കൗണ്ട്. അപ്പോൾ 2 അക്കൗണ്ട് മസ്റ്റായിട്ട് അവിടെ വരച്ചിരിക്കണം. ആരുടെ ബുക്കിൽ? കൺസൈനറുടെ ബുക്കിൽ. ഏതൊക്കെയാണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ ഏതാണ്? കൺസൈനിയുടെ അക്കൗണ്ട്. പിന്നെ അഡീഷണൽ ഏതൊക്കെ വരയ്ക്കാൻ വേണമെങ്കിൽ കമ്പൽസറി അല്ല, ഓപ്ഷണലാണ്. ഏതൊക്കെ? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് വേണമെങ്കിൽ വരയ്ക്കാം, ബിൽസ് റിസീവൽ അക്കൗണ്ട് വരയ്ക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കാം. നോട്ട് കമ്പൽസറി. ബട്ട് കമ്പൽസറി എന്ന് പറയുന്നത് കൺസൈനറുടെ ബുക്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ കൺസൈനിയുടെ അക്കൗണ്ടും. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ബാലൻസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും. അതുപോലെ തന്നെ കൺസൈനിയുടെ അക്കൗണ്ട് എന്തിലോട്ട് മാറ്റും? ബാങ്ക് അല്ലെങ്കിൽ ബിൽസ് റിസീവബിലോട്ട് മാറ്റും. അടുത്ത ആരുടെ ബുക്കാണ് നോക്കേണ്ടത്? കൺസൈനിയുടെ ബുക്കാണ്. ഇവിടെ കൺസൈനി ആരാണ്? നാദർ. അപ്പം കൺസൈനിയുടെ എല്ലാം കഴിഞ്ഞു. ഓക്കെ, അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസൈനിയുടെ ബുക്ക് വരയ്ക്കുന്നു. കൺസൈനിയുടെ ബുക്കിൽ ഏതൊക്കെ എൻട്രികളാണ് വരയ്ക്കുന്നത്? 1 അല്ലേ? എന്ത് സംഭവിച്ചു? എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വന്നില്ലേ? എത്ര രൂപ? ഒരു 300 രൂപയും ഒരു 400 രൂപയും അല്ലേ? വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാം, അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് എഴുതിയാലും മതി. ജേണൽ എൻട്രി എന്താണ്? കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് 400. പിന്നെ വീണ്ടും കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് 300. 2 എൻട്രി ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒറ്റ എൻട്രി എഴുതിയാലും മതി. എന്താണ്? കൺസൈനർ ആരാണ് ഇവിടെ? ജയ് പ്രൊഡക്റ്റ് അല്ലേ? ജയ് പ്രൊഡക്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് 700 രൂപ അല്ലേ? ഏതാണ് 700 രൂപ? 400 + 300. അടുത്തത്
എന്ത് കൊടുക്കുകയാണ്? ബില്ല് അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? ബില്ല് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ. എത്ര എമൗണ്ടാണ് ബില്ല്? 10,000 റുപ്പീസാണ് അല്ലേ? അപ്പോൾ കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ എത്രയാണ്? 10,000. അടുത്തത് ഈ ബില്ല് എന്ത് ചെയ്യുന്നു? മെറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ എത്ര ഡേയ്സാണ് നമ്മൾ എടുക്കുന്നത്? 20 ഡേയ്സിൻ്റെ ബില്ലാണ്, പ്ലസ് 3 ഡേയ്സ് ഗ്രേസും കൊടുക്കുന്നുണ്ട്. അങ്ങനെ 26 ഡേയ്സ് എടുക്കണം. അപ്പോൾ ജൂൺ 26 അല്ലേ? ജേണൽ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എത്രയാണ്? 10,000. ഇനി എന്താണ്? സെയിൽ നടത്തും. സെയിൽ നടക്കുകയാണെങ്കിൽ ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ആര്? കൺസൈനർ അല്ലേ? ക്യാഷ് ഓർ ഇവിടെ കൺസൈനർ ആരാണ്? ജയ് പ്രൊഡക്ട്സ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ജയ് പ്രൊഡക്ട്സ്. സെയിൽസ് നെറ്റ് ഗ്രോസ് സെയിൽസ് ആണ് 22,800. ഇനി എന്ത് ചെയ്യണം? കമ്മീഷൻ എടുക്കണം. ഗ്രോസ് സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് കമ്മീഷൻ? 10% ആണ് കമ്മീഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ അല്ലേ? 22,800 എത്ര ശതമാനം? 10%. ഇനി എന്ത് ചെയ്യുക? കൺസൈനറുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. കൺസൈനറുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 9,820 കിട്ടി. എങ്കിൽ ജേണൽ എൻട്രി കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എത്രയാണ്? 9,820. അല്ലെങ്കിൽ ഏതെന്ന് കിട്ടും? അക്കൗണ്ട് സീൽ നോക്കിയാലും മതി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ചെയ്ത കണക്ക് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ മനസ്സിലാകാം? കൺസൈനിയുടെ ബുക്കിൽ വരച്ച കൺസൈനറുടെ അക്കൗണ്ടിൻ്റെ ബാലൻസ് അല്ലേ 9,820യും അതുപോലെ തന്നെ കൺസൈനറുടെ ബുക്കിൽ വരച്ച കൺസൈനിയുടെ അക്കൗണ്ടിൻ്റെ ബാലൻസ് 9,820യും തുല്യമായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത കണക്ക് എന്താണ്? തെറ്റാണ്. തന്നല്ലോ. അപ്പോൾ കൺസൈനിൻ്റെ ബുക്കിൽ ഇത്രയും ജേണൽ എൻട്രികൾ വന്നു. അതുപോലെ തന്നെ എന്താണ് മെയിനായിട്ട് ഏത് വരച്ചേ പറ്റൂ? കൺസൈനറുടെ അക്കൗണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ഏത് വരയ്ക്കാം? ബാങ്ക് വേണമെങ്കിൽ ബാങ്ക് വരയ്ക്കാം, ബിൽസ് പേയബിൾ വേണമെങ്കിൽ ബിൽസ് പേയബിൾ വരയ്ക്കാം, കമ്മീഷൻ വേണമെങ്കിൽ കമ്മീഷൻ വരയ്ക്കാം, ഏതെന്ന് വെച്ചാൽ അത് വരയ്ക്കാം. പക്ഷേ മസ്റ്റ് ആയിട്ട് കൺസൈനറുടെ ബുക്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ടും കൺസൈനിയുടെ അക്കൗണ്ടും കൺസൈനിയുടെ ബുക്കിൽ ആരുടെ അക്കൗണ്ട്? കൺസൈനറുടെ അക്കൗണ്ടും മസ്റ്റായിട്ട് വരച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇല്ലസ്ട്രേഷൻ നമ്പർ 2 ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്യണം. Messrs. Sai Traders of Madras consigned goods of the cost of rupees 60,000 to Rajneesh Agencies, Bangalore. അല്ലേ? അപ്പോൾ ആരാണ് കൺസൈനർ? സായി ട്രേഡേഴ്സ് ഓഫ് മദ്രാസ്. ആരാണ് കൺസൈനി? രജനീഷ് ഏജൻസീസ് ആണ് കൺസൈനി. ഗുഡ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 60,000 കോസ്റ്റ് തന്നിട്ടുണ്ട്. അടുത്തത് കൺസൈനർ പെയ്ഡ് ഇൻഷുറൻസ് 500, ഫ്രൈറ്റ് 2,500. അപ്പോൾ കൺസൈനർക്കുണ്ടായ എക്സ്പെൻസുകളാണ്. എത്രയാണ്? 500ഉം 2,000 രൂപ ഒരുമിച്ച് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ 500ഉം 2,500 സെപ്പറേറ്റ് എഴുതിയാലും മതി. അപ്പോൾ ആർക്കുണ്ടായ എക്സ്പെൻസാണ്? കൺസൈനറിനുണ്ടായ എക്സ്പെൻസ്. ജേണൽ എൻട്രി നമുക്കറിയാം. കൺസൈനി ടുക്ക് ഡെലിവറി ഓഫ് ദ കൺസൈൻമെൻറ്റ് ആൻഡ് സോൾഡ് സം ഓഫ് ദി ഗുഡ്സ് ഫോർ ₹70,000. അടുത്ത് നോക്കൂ. കൺസൈൻമെൻറ്റ് ആർക്ക് കിട്ടി? നമ്മുടെ രജനീഷ് ഏജൻസീസ് കിട്ടി. രജനീഷ് ഏജൻസീസ് ഇത് വിറ്റു. എത്ര രൂപയ്ക്ക്? മൊത്തം വിറ്റെന്നല്ല പറയുന്നത്, സം ഓഫ് ദി ഗുഡ്സാണ് അല്ലേ? കുറച്ച് സാധനം എത്ര രൂപയ്ക്ക് വിറ്റു? 70,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഗ്രോസ് സെയിൽസ് എത്രയാണ്? 70,000 രൂപയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി കൺസൈനിക്കുണ്ടായ എക്സ്പെൻസ് എത്രയാണ്? 1,200 രൂപ കൺസൈനിക്കുണ്ടായ എക്സ്പെൻസ് എൻട്രി നമുക്കറിയാം. പിന്നെ അവന് കിട്ടുന്ന കമ്മീഷൻ എത്രയാണ്? ആ സെയിൽസിൻ്റെ എത്രയാണ്? 5% തന്നല്ലോ. അപ്പോൾ 70,000ൻ്റെ എത്ര ശതമാനം? 5% ആർക്ക് കമ്മീഷൻ കിട്ടും? രജനീഷ് ഏജൻസീസിന് കമ്മീഷൻ കിട്ടും. പിന്നെ അൺസോൾഡ് ഗുഡ്സിൻ്റെ വാല്യൂ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 6,500 ആണ് തന്നല്ലോ. അൺസോൾഡ് ഗുഡ്സിൻ്റെ വാല്യൂ 6,500 ആണ്. നമ്മുടെ പറഞ്ഞിരിക്കുന്നത് കൺസൈനറുടെയും കൺസൈനിയുടെയും ബുക്കിലെ ജേണൽ എൻട്രികളും അക്കൗണ്ടുകളും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് കൺസൈനറുടെ ബുക്കിൽ, കൺസൈനർ ആരാണ്? സായി ട്രേഡേഴ്സിൻ്റെ ബുക്കിലെ ജേണൽ എൻട്രി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. എത്ര രൂപയുടെ സാധനമാണ് കോസ്റ്റ്? 60,000. അതിനുശേഷം എന്താണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ടു ബാങ്ക് അല്ലേ? എക്സ്പെൻസുകളാണ്. എത്ര വന്നു? 500ഉം 2,500 ആർക്കുണ്ടായ? കൺസൈനർക്കുണ്ടായ എക്സ്പെൻസ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ടു ബാങ്ക്. അടുത്തത് സെയിൽ നടന്നു. സെയിൽ നടന്നപ്പോൾ എന്താണ്? രജനീഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കൺസൈനി അക്കൗണ്ട് ടു കൺസൈൻമെൻറ്റ്. എത്രയാണ്? 70,000. അടുത്തത് സെയിൽസ് എക്സ്പെൻസ് ആർക്കുണ്ടായ? കൺസൈനിക്കുണ്ടായ സെയിൽസ് എക്സ്പെൻസ്. എന്താണ് ജേണൽ എൻട്രി? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ടു രജനീഷ് എന്ന് പറഞ്ഞാൽ കൺസൈനീസ് അക്കൗണ്ട്. അടുത്തത് കമ്മീഷൻ അല്ലേ? 70,000ൻ്റെ എത്ര ശതമാനമാണ്? 5% കമ്മീഷൻ. 70,000 ×
5/100. ജേണൽ എൻട്രി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി. അടുത്തത് ബാലൻസ് സ്റ്റോക്ക് തന്നല്ലോ, ക്ലോസിംഗ് സ്റ്റോക്ക്, അൺസോൾഡ് സ്റ്റോക്ക് തന്നല്ലോ നമ്മുടെ കണക്കിൽ കൊണ്ടുവരുന്നു. ജേണൽ എൻട്രി കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ്. സ്റ്റോക്ക് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു എന്നാണ് കൺസൈൻമെൻറ്റ് തന്നല്ലോ. എത്രയാണ് ബാലൻസ് ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത് 6,500. ആരുടെ കയ്യിൽ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു, അൺസോൾഡ് സ്റ്റോക്ക്. അപ്പോൾ ജേണൽ എൻട്രി സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ്. അടുത്തത് ഏത് അക്കൗണ്ട് വരച്ചു ബാലൻസ് ചെയ്യണം, നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരച്ചു, ബാലൻസ് ചെയ്യുക. ആ ബാലൻസ് ചെയ്തപ്പോൾ അവിടെ കിട്ടിയ ബാലൻസ് എത്രയാണ്? 8,800 അക്കൗണ്ട് ബാലൻസ് കിട്ടിയത്. ആ ബാലൻസിനെ എങ്ങോട്ട് മാറ്റണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ജേണൽ എൻട്രി അക്കൗണ്ട് വരച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം ജേണൽ എൻട്രി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ് P&L അക്കൗണ്ട്. എവിടെ നിന്നാണ് കിട്ടിയത്? അക്കൗണ്ട് വരച്ച് ബാലൻസ് ചെയ്ത് കിട്ടിയ തുകയാണ്, ലാഭം അല്ലെങ്കിൽ നഷ്ടം അല്ലേ. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ വിറ്റ സാധനത്തിനെ എങ്ങോട്ട് മാറ്റാം? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റിലേക്ക് മാറ്റാം. 360,000 രൂപയുടെ സാധനമല്ലേ വിറ്റത്. ജേണൽ എൻട്രി ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് ഓർ പർച്ചേസസ് അക്കൗണ്ട്. എത്രയാണ് അതിൻ്റെ വില? 60,000. അപ്പോൾ ഏത് ബുക്ക് കഴിഞ്ഞു? കൺസൈൻമെൻറ്റ് ആരുടെ ബുക്കിൽ? കൺസേണിൻ്റെ ബുക്കിൽ കൺസൈൻമെൻറ്റും അതുപോലെ തന്നെ കൺസൈനിയുടെ അക്കൗണ്ടും തന്നല്ലോ. അത് നമ്മൾ ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്തിട്ട് അവിടെ ഇനി എത്ര ഉണ്ട് ബാലൻസ്? കൺസൈൻ്റെ ബുക്കിൽ 65,300 ബാലൻസ് ഉണ്ട്. ഓക്കെ. അതുപോലെ ഇനി ഏത് നോക്കണം? കൺസൈനിയുടെ ബുക്കിൽ വലിയ എൻട്രികളൊന്നുമില്ല. ഒന്ന് എന്താണ്? സെയിൽസ് എക്സ്പെൻസ് ഉണ്ടായി, മീറ്റ് ചെയ്തു, സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. എന്താണ്? കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അടുത്തത് സെയിൽ നടന്നു, ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? കൺസൈനർ. അടുത്തത് കമ്മീഷൻ അല്ലേ. കമ്മീഷൻ എന്താണ്? കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. നമ്മൾ ഏത് വരയ്ക്കുന്നു? കൺസൈനർ അക്കൗണ്ട് വരയ്ക്കുന്നു. ബാലൻസും നമ്മൾ നേരത്തെ കൺസൈനറുടെ ബുക്കിൽ വരച്ച ബാലൻസും എന്തായിരിക്കണം? കൺസൈനറുടെ ബുക്കിലെ കൺസൈനിയുടെ ബാലൻസും കൺസൈനിയുടെ ബുക്കിൽ കൺസൈനറിൻ്റെ ബാലൻസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത കണക്ക് എന്താണ്? തെറ്റാണ് അല്ലേ. ഇനി നമുക്ക് 2 പ്രാക്ടീസ് പ്രോബ്ലം ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. 2 പ്രാക്ടീസ് പ്രോബ്ലമാണ് ഉള്ളത്. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഈസിയാണ് ഇത് ചെയ്തെങ്കിൽ നമുക്ക് പിന്നെ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവുന്നില്ല. 2 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്താണ്? 1 January 2017 X Limited consigned 100 electric stoves cost ₹400 അല്ലേ. അപ്പോൾ 100 × 400 ആണ് അയച്ചിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് തന്നല്ലോ. ഓയിൽ ലിമിറ്റഡിനാണ് അയച്ചിരിക്കുന്നത്. കമ്മീഷൻ എത്രയാണ്? എക്സ് ലിമിറ്റഡ് പെയ്ഡ് കമ്മീഷൻ്റെ പേഴ്സൻറ്റേജ് പറഞ്ഞിട്ടില്ല. ഇത്രയാണ് പറഞ്ഞത്. എക്സ് ലിമിറ്റഡ് പെയ്ഡ് ₹2,000 ഫോർ പാക്കിംഗ് ആൻഡ് ഫോർവേഡിങ്. അപ്പോൾ കൺസൈനർ ആരാണ് കൺസൈനർ? എക്സ് ലിമിറ്റഡ് ആണ് കൺസൈനർ. കൺസൈനി ആരാണ്? വൈ ലിമിറ്റഡ് ആണ് ആരെന്ന് പറയുന്നത്? കൺസൈനി. അപ്പോൾ ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? കോസ്റ്റ് എത്രയാണ്? 100 × 400 ആണ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതിലുപരി കൺസൈനർക്കുണ്ടായ ചിലവ് എത്രയാണ്? കൺസൈനർക്കുണ്ടായ ചിലവ് ₹2,000 കൺസൈനർക്കുണ്ടായ ചിലവാണ്. ഓക്കെ, എൻട്രി എഴുതാൻ അറിയാം. അടുത്തത് ഓയിൽ ലിമിറ്റഡ് എന്ത് ചെയ്തു? 5 January എന്താണ്? 30 days ബില്ലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ബില്ലിൻ്റെ വാല്യൂ എത്രയാണ്? 10,000 രൂപയാണ്. പിന്നെ കൺസൈനിക്കുണ്ടായ ചിലവ് 400 രൂപ ക്യാരിയേജ് എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി നോക്കാം. 100 ഇലക്ട്രിക് സ്റ്റവാണ് അയച്ചിരിക്കുന്നത്. അതിൽ ഓയിൽ ലിമിറ്റഡ് കൺസൈനി എത്ര വിറ്റിരിക്കുന്നു? 60 സ്റ്റൗസ് അറ്റ് 500 ആൻഡ് ദ ബാലൻസ് ഫോർ 490 ഈച്ച്. അപ്പം 60 സ്റ്റവ്. അപ്പോൾ 100-ൽ 60 സ്റ്റവ് തന്നെയല്ലോ. അപ്പോൾ ഗ്രോസ് സെയിൽസ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 60 × 500 അല്ലേ. അതാണ് ഗ്രോസ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ 60 × 500 എന്ന് പറയുമ്പോൾ എത്രയും? 30,000 പ്ലസ് അടുത്തത് ബാലൻസ് എത്രയുണ്ട്? 100-ൽ 60 പോയാൽ ബാക്കി ഇനി എത്രയുണ്ട്? 40 അല്ലേ. അപ്പോൾ 30,000 പ്ലസ് 40 എത്ര വെച്ച് വിറ്റു? 490 രൂപ വെച്ചാണ് വിറ്റത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 19,600. അപ്പോൾ 30,000 പ്ലസ് 19,600 ആണ് ഗ്രോസ് സെയിൽസ്. സെയിൽസ് എക്സ്പെൻസസ് കൺസൈനിക്കുണ്ടായ എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 1,600. അപ്പോൾ 1,600 സെയിൽ എക്സ്പെൻസും ക്യാരിയേജ് എത്ര വരുന്നുണ്ട്? 400 രൂപ. അങ്ങനെ ടോട്ടൽ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് എഴുതാം. 400
അതുപോലെ തന്നെ 1600. അല്ലെങ്കിൽ എന്തായിട്ട് എഴുതി മതി, ടോട്ടൽ അങ്ങ് എടുത്താൽ മതി. ഇത്രയാണ് 2000 രൂപ ആർക്കുണ്ടായ എക്സ്പെൻസാണ്, കൺസൈനിക്കുണ്ടായ എക്സ്പെൻസ്. ഓൺ 30th June 2017 Oil Limited forwarded on account sales together with a draft for the amount due. അല്ലേ, അപ്പോൾ ആ ഒരു അക്കൗണ്ട് സെയിൽ നമ്മൾ തയ്യാറാക്കണം. ഇല്ലസ്ട്രേഷൻ 1 നമ്മൾ ചെയ്തതുപോലെ എന്ത് വരയ്ക്കണം, ഒരു അക്കൗണ്ട് സെയിൽ വരച്ചിട്ട് അതിൽ എത്ര എമൗണ്ട് ആണെന്നുള്ളത് കണ്ടുപിടിക്കണം. അടുത്തത് കമ്മീഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 8% ഓൺ സെയിലാണ്. അല്ലേ, അപ്പോൾ ഗ്രോസ് സെയിൽസിൻ്റെ ഗ്രോസ് സെയിൽസിൻ്റെ എത്ര ശതമാനം, 8%. അപ്പോൾ ഗ്രോസ് സെയിൽസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, 60 × 500 എന്നുമ്പം 30,000 പ്ലസ് 19,600. അല്ലേ, അപ്പോൾ എത്ര കിട്ടി, 49,600. എത്ര ശതമാനം, 8% ആർക്ക് കമ്മീഷനാണ്, കൺസൈനിയുടെ കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ ചെയ്ത പോലെ ആദ്യം എന്ത് വരയ്ക്കുക, അക്കൗണ്ട് സെയിൽ വരയ്ക്കുക. പിന്നെ എന്ത് വരയ്ക്കുക, ഇൻ ദ ബുക്ക് ഓഫ് കൺസൈനർ ജേണൽ എൻട്രികൾ എഴുതുക. അതിനുശേഷം ഏത് 2 അക്കൗണ്ടുകൾ മസ്റ്റായിട്ട് വരയ്ക്കണം, കൺസൈൻമെൻറ്റ് അക്കൗണ്ടും പിന്നെ ഏതാണ് കൺസൈനിയുടെ അക്കൗണ്ടും വരച്ചതിന് ശേഷം അത് എൻട്രിയോടെ പോസ്റ്റ് ചെയ്യണം. അതിനുശേഷം ആരെ ബുക്ക് വരയ്ക്കണം, കൺസൈനിയുടെ ബുക്ക് വരയ്ക്കണം. കൺസൈനിയുടെ ബുക്ക് വരച്ചിട്ട് അവിടെ ഏത് അക്കൗണ്ട് മസ്റ്റായിട്ട് വരച്ചിരിക്കണം, കൺസൈനറുടെ അക്കൗണ്ട് മസ്റ്റായിട്ട് വരച്ചിരിക്കണം. അതിനുശേഷം അവിടെ ജേണൽ എൻട്രി എഴുതണം. ഇനി കൺസൈനറുടെ അക്കൗണ്ടിൻ്റെ ബാലൻസും കൺസൈനിയുടെ അക്കൗണ്ടിൻ്റെ ബാലൻസും സെയിം ആണോ നോക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണ്. ഇത് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യണം, വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് അയച്ചു തരണം. ഓക്കെ, എൻ്റെ ഡേറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇല്ലസ്ട്രേഷൻ, അതിനെഗേൻസ്റ്റ് ഒരു പ്രാക്ടീസ് പ്രോബ്ലം. രതീഷ് ട്രേഡേഴ്സ് മധുരൈ കൺസൈൻഡ് ഗുഡ്സ് ഓഫ് ദ കോസ്റ്റ് ₹40,000 ടു രാജേഷ് ഏജൻസീസ്. അപ്പോൾ ആരാണ് കൺസൈനർ, ആരാണ് കൺസൈനി? ആരാണ് കൺസൈനർ, രതീഷ് ട്രേഡേഴ്സ് കൺസൈനർ, രജീഷ് ഏജൻസീസ് ആരാണ് കൺസൈനി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് എത്രയാണ്, 40,000. ആ സിറ്റീസ് സെക്കൻഡ് ഇല്ലസ്ട്രേഷൻ. ഓക്കെ, രതീഷ് ട്രേഡേഴ്സിനുണ്ടായ കൺസൈനർക്കുണ്ടായ ചിലവുകൾ എത്രയാണ്, 800ഉം അതുപോലെ തന്നെ 2,000. ഒന്നുകിൽ ഇൻഡിവിജ്വലായിട്ട് എഴുതാം, എന്താണ് 800ഉം 2,000, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്ത് 2,800. ആർക്കുണ്ടായ എക്സ്പെൻസാണ്, കൺസൈനർക്ക് ഉണ്ടായ എക്സ്പെൻസ്. അങ്ങനെയാണെങ്കിൽ രജീഷ് ഏജൻസി കൺസൈനി എന്ത് ചെയ്തു, ഈ സാധനം എടുത്തു, വിറ്റു. എത്ര രൂപയ്ക്കാണ് വിറ്റത്, 55,000 വിറ്റു തന്നല്ലോ. ഇനി കൺസൈനിക്കുണ്ടായ ചിലവുകൾ, ക്യാരിയേജ് എത്ര, 1,100, സെയിൽ എക്സ്പെൻസ് എത്ര, 600. അല്ലേ, അപ്പോൾ സെപ്പറേറ്റ് വേണമെങ്കിൽ എഴുതാം. കൺസൈനിക്കുണ്ടായ ചിലവ് എത്രയാണ്, 1,100ഉം അതുപോലെ തന്നെ 600ഉം, അല്ലെങ്കിൽ 1,100 പ്ലസ് 600 1,700 ഒരുമിച്ച് എഴുതിയാലും മതി. ഇനി അവന് കിട്ടുന്ന കമ്മീഷൻ എത്രയാണ്, ഗ്രോസ് സെയിൽസിൻ്റെ 5% ആണ്. എത്രയാണ് ഗ്രോസ് സെയിൽസ് എന്ന് പറയുന്നത്, 55,000 ആണ് എന്തെന്ന് പറയുന്നത്, ഗ്രോസ് സെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ എത്ര ശതമാനം കൊടുക്കണം, കമ്മീഷൻ ആർക്ക് കൊടുക്കണം, കൺസൈനിയായ രജീഷ് ഏജൻസിന് കൊടുക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കണം. 55,000 × 5/100. അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയുണ്ട്, 8,200 കയ്യിലുണ്ട്. അതിൻ്റെ എൻട്രി നമുക്കറിയാം. ഇനി നമ്മുടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലെഡ്ജർ അക്കൗണ്ട് ജേണൽ എൻട്രീസും പ്രിപ്പയർ ആണ്. ഇൻ ദ ബുക്സ് ഓഫ് ആരൊക്കെയാണ്, രതീഷ് ട്രേഡേഴ്സാണ് കൺസൈനർ. അതുപോലെ തന്നെ രജീഷ് ഏജൻസീസ് ആരാണ് കൺസൈനി. അപ്പോൾ ആ വരച്ച രതീഷ് ട്രേഡേഴ്സിൽ വരച്ച എന്താണ്, രജീഷ് ഏജൻസിയുടെ എന്ന് പറഞ്ഞാൽ കൺസൈനിയുടെ അക്കൗണ്ടിൻ്റെ ബാലൻസും അതുപോലെ തന്നെ രജീഷ് ഏജൻസീസ് കൺസൈനിയിൽ വരച്ച രതീഷ് ട്രേഡേഴ്സിൻ്റെ ബാലൻസും എന്തായിരിക്കണം, സെയിം ആണോ ഇല്ലെന്ന് നോക്കണം. സെയിം ആയിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കണക്ക് തെറ്റാണ്. അപ്പോൾ ഈ 2 പ്രോബ്ലംസും പ്രാക്ടീസ് പ്രോബ്ലം മാത്രം, ജേണൽ എൻട്രിയും പിന്നെ അക്കൗണ്ടുകൾ. മെയിനായിട്ട് എന്താണ്, 2 അക്കൗണ്ടുകൾ മസ്റ്റായിട്ട് അവിടെ ഉണ്ടായിരിക്കണം തന്നെയല്ലോ. കൺസൈനിയുടെ ബുക്കിൽ എന്താണ്, കൺസൈൻമെൻറ്റ് അക്കൗണ്ടും കൺസൈനിയുടെ അക്കൗണ്ടും, അതുപോലെ തന്നെ കൺസൈനിയുടെ ബുക്കിൽ കൺസൈനറുടെ അക്കൗണ്ടും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അത് വരച്ച് അടുത്ത ക്ലാസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം, ഡേറ്റ് പറയാം. അന്ന് നിങ്ങൾ എന്ത് എനിക്ക് സെൻഡ് ചെയ്യണം. ഞാൻ അത് വെരിഫൈ ചെയ്യും, കറക്റ്റാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ പറയും. എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ, ബൈ.